ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരുടെ നാട്ടിലും മഴയൊക്കെ ഉണ്ടല്ലോ അല്ലേ? മഴ പെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ തോന്നില്ല, ഇനി 5 ദിവസം ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ തോർന്നിങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിലും പെയ്യും, ആ അവസ്ഥയിലാണ്. പുറത്തിറങ്ങാനൊന്നും നിർത്തിയില്ല. ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കണം, മഴ പെയ്തോട്ടെ, എനിക്ക് ചൂട് സഹിക്കാൻ വയ്യ. മഴ രാത്രി മഴ പെയ്തോട്ടെ, പകൽ വെയിലും നിറച്ചോട്ടെ, അങ്ങനത്തെ അവസ്ഥ. ചൂട് എന്താടോ, ഒരു എന്താ പറയുക, ഇപ്പോഴും മഴ പെയ്യുന്നെങ്കിലും ചൂടുണ്ട് കേട്ടോ. ഭയങ്കര ചൂട് എടുക്കുന്നുണ്ട്. എന്നാലും അത്ര അങ്ങോട്ട് തളർന്നു പോണില്ല, തളർന്നു പോകണമെന്നൊക്കെ പറയില്ല, ആ അവസ്ഥ നേരം അങ്ങോട്ട് വെളുത്താൽ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് അവസ്ഥ. പാടവും തോടും ഒക്കെ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. പാടത്തൊക്കെ ഒന്ന് പോയി നോക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. നാല് ദിവസം മുന്നേ വീഡിയോ ഇട്ടത് വേറൊരു പാടാണ്. അത് നടക്കാൻ പോയപ്പോൾ കണ്ടതാണ്, പരിസരത്ത് തന്നെയാണ്, എന്നാലും അല്ല, കുറച്ചങ്ങോട്ട് നടന്നു പോകണം. അവിടത്തേന് ഇട്ടത്. ഞങ്ങൾ തൊട്ടടുത്തൊരു പാടമുണ്ട്, അവിടേക്കൊന്നും പോയി നോക്കാൻ പറ്റിയിട്ടില്ല, പണി തിരക്കായതുകൊണ്ട് പോയി നോക്കാൻ പറ്റിയിട്ടില്ല. അവിടെ കുട്ടികളൊക്കെ പറയണ്ട അവിടെയൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ടെന്ന്. ഒന്ന് പോയി നോക്കണം ഉച്ചരിഞ്ഞിട്ട്. പിന്നെ ഇന്നത്തെ സംസാര വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് രാഷ്ട്രീയം പറഞ്ഞു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. രാഷ്ട്രീയം പറയാൻ വലിയ പിടിപാടും കാര്യങ്ങളും ചുക്കും അറിയില്ല കേട്ടോ, രാഷ്ട്രീയത്തിനെ പറ്റിയൊന്നും. എന്നാലും നമ്മൾ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൂടാ, അതിനിപ്പോൾ കുഴപ്പമില്ലല്ലോ. ആരെയും കുറ്റം പറയുന്നല്ല. പിന്നെ കേരളത്തിൽ വികസനം ഉണ്ടായില്ല എന്നിങ്ങനെ പറയണ നമ്മൾ എത്രയോ ആൾക്കാർ ഇങ്ങനെ യൂട്യൂബിലായാലും വാർത്തയിലായാലും പിന്നെ ഒക്കെ ഇങ്ങനെ പറയണേക്കാണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് തോന്നൂല. അതിന് രാഷ്ട്രീയം വേണമെന്നൊന്നുമില്ല, കണ്ണിൽ കാണുന്നത് അനുഭവിക്കുന്നത് പറയണ്ടേ, നമുക്ക് പറയാമല്ലേ. നമ്മൾ അനുഭവിക്കുന്നത് സന്തോഷമായാലും ദുഃഖമായാലും അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാം. വരാൻ പോണതല്ലേ പറയാൻ പറ്റാത്തുള്ളൂ. വരാൻ പോണ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ അപ്പം കണ്ടവൻ അപ്പാന്ന് വിളിക്കുന്ന ആ ഒരു ഇതാണ്. ഇന്ന് ശരി ആയത് നാളെ തെറ്റായേക്കാം, അല്ലെങ്കിൽ ഇന്ന് തെറ്റ് ഉള്ളത് നാളെ ശരിയായേക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. പിന്നെ വെച്ചെങ്കിൽ ഈ ചെറുപ്പക്കാരടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊന്നും അത് എടുക്കാനും പോണില്ല. അപ്പോൾ പിന്നെ നമ്മുടെ അനുഭവങ്ങൾ ഇത്രയും കാലം ജീവിച്ചു വന്ന് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഇങ്ങനെ പറയാമെന്ന് മാത്രം. അപ്പോൾ രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞു, കേരളത്തിൽ വികസനം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്നലെ ഒരു ന്യൂസ് കണ്ടത്, ഒരു ചർച്ചയിൽ കണ്ടത് കേരളത്തിൽ വികസനം ഉണ്ടായില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 50 വർഷത്തെ ഏജുണ്ട്, എനിക്ക് 50 വയസ്സ് ഏജുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്ക് ഇന്ന് ഈ നിമിഷം വരെ കണ്ടതിൽ നമ്മുടെ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള 60-70 വയസ്സായ ആൾക്കാരൊക്കെയാണ് വന്നിരുന്നത് കേരളത്തിൽ വികസനം ഉണ്ടായിട്ടില്ല എന്ന് പറയണത് കേട്ടോ, ചർച്ചയിൽ വന്നിരുന്നു പറയുന്നത്. അപ്പോൾ അവരുടെ ആ ചെറുപ്പകാലത്തുള്ള ആ ഒരു അവസ്ഥ തന്നെയാണോ ഇന്ന് കേരളത്തിലുള്ളത്? അല്ലെങ്കിൽ ഞാൻ ആരുടെയും പറയണില്ല, ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊന്നും കണ്ടു വന്ന ഒരവസ്ഥ അല്ല, ആ ഒരു ഇതല്ല നമ്മുടെ കേരളത്തിൽ, മനസ്സിലാകണ്ട. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ റോഡാണ്. അതായത് മെയിൻ റോഡ്, ഞങ്ങളിവിടുത്തെ മെയിൻ റോഡ്, അത് ഞാൻ പറയുന്നത്, ഞാൻ എല്ലായിടത്തേക്കും ഒന്നും പറയണ്ട. ഞങ്ങളെ ഇവിടുത്തെ മെയിൻ റോഡ്, ഞാനൊരു ജോലിക്ക് പോയിരുന്ന, ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ജോലിക്ക് പോയിരുന്ന ആളാണ്. ഞാൻ 27 വർഷം അവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു, അവളെ പോയിരുന്ന ആൾക്കാർ സ്ഥിരം ഞാൻ ബസ്സിൽ കയറിയുന്ന ആളാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സ്റ്റോപ്പിൽ നിന്ന് എത്ര 6-6.5 കിലോമീറ്ററാണ് ദൂരമുണ്ട് എൻ്റെ ജോലി സ്ഥലത്തേക്ക്. എൻ്റെ ഞങ്ങൾ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ജോലി ചെയ്യുന്ന അവിടുത്തെ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 6.5 കിലോമീറ്റർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, 6-7ൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അവിടേക്ക് ബസ്സിൽ പോയിരുന്ന ആളാണ്. സത്യം പറഞ്ഞാൽ ഈ ബസ്സിൽ ഈ സ്റ്റോപ്പിൽ നിന്ന് കയറി അവിടെ ചെന്ന് ഇറങ്ങുന്നത് വരെ, അവിടെ നിന്ന് കയറി ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ
പേടിച്ചിറുകിയിട്ടാണ് വണ്ടി ഇരുന്ന് വരിക. കാരണം അത്ര പൊട്ടി പൊളിഞ്ഞ റോഡാണ് ഉണ്ടായിരുന്നത്. പൊട്ടി പൊളിഞ്ഞിട്ടുള്ള റോഡാണ്. അതങ്ങനെ അവിടെ നിന്ന് അത്രയും ദൂരം തകർന്ന് തരിപ്പണമായിട്ടാണ് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് അത് ടാർ ചെയ്യുക. ആ ടാർ ചെയ്ത് എപ്പോഴാണ് ടാർ ചെയ്യുക? അത് മഴ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്താണ് ടാർ ചെയ്യുക. എന്നിട്ട് അത് മഴയത്ത് ഒരു മഴ പെയ്താൽ അതൊക്കെ പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഇന്ന് ആ സമയത്ത് ബസ്സിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പുണ്ട്. ഒരു ബസ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ നേരെ കുത്തനെ ഇറക്കാണ് പാടത്തേക്ക്. അപ്പം ആ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ലെങ്കിൽ ശരിക്കും ഞാൻ കരഞ്ഞു പോകും ആ സമയത്ത്. അത്ര ഇറക്കം ഉണ്ടല്ലോ. കയറ്റത്തു നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കം ഫുള്ള് പൊട്ടി പൊളിഞ്ഞിട്ട് ഇങ്ങനെ ഗ്രാമീണ റോഡ് പണ്ടത്തെ ഇപ്പൊക്കെ ഗ്രാമീണ റോഡ് എന്ന് പറഞ്ഞാൽ എന്താ സൂപ്പർ റോഡുകളാണ്.